ഇന്ന് പകൽക്കാലം 3 മണി കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഈ ദേശത്ത് സുവിശേഷവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്ത വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തിലുള്ള നല്ലവരായ ദേശവാസികളെയും ദേശത്തിലുള്ള സകല മാനവജാതിയെയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ശബ്ദത്തിൽ ആമേൻ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കൂടി കേൾക്കുന്നതായ ഈ വചനം അല്പസമയം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ യേശു ക്രിസ്തുവിനെ ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ സമാധാനം ലഭിക്കുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ സമാധാനമെന്ന് സകലവരും പറയുമ്പോൾ ആമേൻ സമാധാനം എവിടെ നിന്ന് കിട്ടും എന്ന് ദേശത്തിൽ ഓടി നടക്കുമ്പോൾ ജീവിതത്തിൽ നിരാശകളും വേദനകളും രോഗങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ ഈ സമാധാനം ദൈവത്തിൽ നിന്നുള്ള സമാധാനം അനുഭവിപ്പാൻ ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചാൽ സർവശക്തനായ ദൈവം ആമേൻ നമ്മുടെ നിലവിളി കേൾക്കും. നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സകല ഭാരങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കുവാനിടയാകും. ലോകത്തെ കിടുകിട വിറപ്പിച്ച അനേക ആമേൻ ഹല്ലേലൂയ സ്തോത്രം വ്യക്തികൾ ആമേൻ അലക്സാണ്ടർ ആമേൻ നെപ്പോളിയൻ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ തുടങ്ങി ആമേൻ സകലത്തെയും കീഴ്പ്പെടുത്താമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു കൊതുകിന്റെ കടി കൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഈ ലോകത്തിൽ എന്തുണ്ടായാലും എന്തില്ല എങ്കിലും സർവശക്തനായ ദൈവം ആമേൻ നമ്മളെ സ്നേഹിക്കുന്ന ആ വിധങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം ഹല്ലേലൂയ സ്തോത്രം തുടങ്ങി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴേ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ പരിപാലിച്ചവനുമായ യഹോവ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അരുളി ചെയ്യുന്നത് നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വെള്ളം നദി നിന്നെ മുക്കിക്കളയുകയില്ല. എന്താ നദി? ആമേൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ കണ്ണുനീരിന്റെ നദി, ആമേൻ ലോകത്തിൻ്റെതായ ആമേൻ പരിഹാസത്തിന്റെ നദി ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കവിഞ്ഞു പോകുവാൻ ആമേൻ ഹല്ലേലൂയ വെള്ളം നദി മുക്കിക്കളയുവാൻ ആമേൻ കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു ഞാൻ അതിൽ നിന്നെ മുക്കിക്കളയുന്ന ദൈവമല്ല, നദി നിന്റെ മേൽ കവിഞ്ഞ് ഒഴുകയില്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം പറയുമ്പോൾ സ്നേഹിത നിന്നെ പേർ ചൊല്ലി വിളിച്ച ആമേൻ ഒരു ദൈവമാണ് സർവശക്തനായ ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന ആമേൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ സ്തോത്രം ആമേൻ മാനവജാതിയെ രക്ഷിപ്പാൻ മനുഷ്യപുത്രനായി ലോകത്തിൽ വന്ന് ആമേൻ സ്തോത്രം കന്യകയിൽ കൂടെ ആമേൻ പൂജാതനം ചെയ്ത് ആമേൻ 33 വയസ്സ് വരെയും ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന ആ സർവശക്തനായ ദൈവം പറയുന്നു നിന്നെ തേർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ആമേൻ ഹല്ലേലൂയ സ്തോത്രം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനത്രേ ഈ ശോധന. അങ്ങനെയെങ്കിൽ സ്നേഹിത ആമേൻ വചനം പറയുന്നു നീ നദിയിൽ കൂടി കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയുകയില്ല. അവൻ മാത്രമല്ല അവൻ കണ്ണുനീരായിരിക്കുന്ന നദി, അവൻ ജീവിതത്തിൽ നിരാശയായിരിക്കുന്ന നദി, അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ രോഗത്താലായിരിക്കുന്ന നദി അത് നിന്നെ കടക്കുകയില്ല. അവൻ നീ ജയിക്കുക തന്നെ ചെയ്യും, അതിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. ആ സർവശക്തനായ ദൈവം പറയുന്നു സ്നേഹിത അവൻ നിന്റെയും നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ അവൻ നിരാശകൾ രോഗങ്ങൾ കഷ്ടങ്ങൾ അവൻ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ മുക്കിക്കളഞ്ഞ് ആത്മഹത്യക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അനേകർ അവൻ കടന്നു പോകുമ്പോൾ നമ്മളെ നദി മുക്കിക്കളയാതെ ആ സർവശക്തനായ ദൈവം കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. നീ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താ തീ? ഹല്ലേലൂയ സ്തോത്രം നിന്നയായിരിക്കുന്ന പരിഹാസമായിരിക്കുന്ന ആമേൻ തീ. ഹല്ലേലൂയ സ്തോത്രം ആമേൻ നീ എന്ത് നേടി? നീ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് എന്ത് അനുഭവിച്ചു എന്നൊക്കെയും ചോദിക്കുന്നതായി തീയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിന്നെ തീ ദഹിപ്പിക്കുകയില്ല. ആമേൻ നാലാമനായി ഇറങ്ങി വരുവാൻ സർവശക്തനായ ദൈവം ആമേൻ ശക്തനായ ദൈവമാണ്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും ആമേൻ 3 ബാലന്മാർ ആമേൻ ഹല്ലേലൂയ സ്തോത്രം
അവൻ രാജാവ് കൊടുക്കുന്നതായ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആവശ്യപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റാരെയും സേവിക്കയില്ല എന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവർ പറഞ്ഞത് മുഖാന്തരം അവർ 7 മടങ്ങി ചൂട് ആമേൻ ജീവിതത്തിൽ നിരാശ ആമേൻ എന്നെ കേൾക്കുന്ന സ്നേഹിത ആമേൻ മരണം നിശ്ചയം പക്ഷേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഈ ദഹിപ്പിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങൾ വീണാൽ അവൻ നിന്നെ ദഹിപ്പിക്കുകയില്ല ആമേൻ നാലാമനായി ഇറങ്ങി വന്ന ആ സർവശക്തനായ ദൈവം നിന്നെ കരങ്ങളിൽ വഹിക്കും ആമേൻ ഹല്ലേലൂയ സ്തോത്രം നിന്നെ മുടിച്ചു കളയും ഒതുക്കിക്കളയും ഇനി നിന്നെ ഹാലിൽ നിന്റെ പേർ പോലും ഭൂമിയിൽ വയ്ക്കുകയില്ല എന്ന് അവൻ വെല്ലുവിളിച്ച് വാതുകെട്ടി അവൻ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തെ അവൻ തകർക്കുവാൻ നിൽക്കുന്നതായ അവൻ പൈശാചിക മാനുഷ്യ ശക്തികളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുവാനിടയാകും. ശദ്രക്കെ മേശക്കെ അബേദ്നെഗോമേ തീയല്ലയോ 7 മടങ്ങ് തീയ കൂട്ടിയിരിക്കുന്നു. അവൻ തെപ്പ് കിന്നരം വീണ ഹല്ലേലൂയ സ്തോത്രം മുതലായ വാദ്യ അവൻ ഉപകരണങ്ങൾ അവൻ കേൾക്കുമ്പോൾ നീ അവൻ അല്പം ഒന്ന് കുനിയെന്ന് പറഞ്ഞാൽ അവൻ ശദ്രക്കെ മേശക്ക് അബേദ്നെഗോം പറയും ഞാൻ സേവിച്ച് വരുന്നതായ ദൈവം അവൻ ഈ തീയിൽ നിന്ന് വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും ഞാൻ ആ രാജാവ് ഈ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല. അതത്ര ഒരു ദൈവപദന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസവും ഉറപ്പും ഹല്ലേലൂയ സ്തോത്രം കാണണമെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്നേഹിത ആമേൻ ഹല്ലേലൂയ കഷ്ടതയുള്ള ആമേൻ കണ്ണുനീരുള്ള ദുഃഖമുള്ളതായ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ സേവിക്കുന്ന ദൈവത്തെ അല്ലാതെ സേവിക്കയില്ല എന്ന് ആർക്ക് പറയുവാൻ കഴിയും? ആമേൻ കർത്താവിൽ വിശ്വസിച്ചാൽ ആമേൻ ഹല്ലേലൂയ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ പൗലോസിനെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കാരാഗ്രഹത്തിലിട്ട് ആമത്തിലിട്ട് പൂട്ടുമ്പോഴും ആമേൻ കാരാഗ്രഹത്തിന് ആമേൻ പ്രമാണി ഹല്ലേലൂയ സ്തോത്രം ആമേൻ കാരാഗ്രഹത്തെ തുറന്നു കൊടുക്കുവാൻ സർവശക്തനായ ദൈവം ശക്തനാണെന്ന് നീ മനസ്സിലാക്കണം. ഈ ദൈവത്തെ കൂടെ അല്ലാതെ അവൻ ഹൃദയത്തിൽ സന്തോഷമില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും പ്രസംഗിക്കുന്ന സഹോദര നിനക്ക് വിഷമമില്ലേ, നിനക്ക് വേദനയില്ലേ, നിനക്ക് കണ്ണുനീരില്ലേ? ഉണ്ട് സഹോദര. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദേശം ആമേൻ പന്നിയോട് കാട്ടുകണ്ടമെന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ഇവിടെയൊക്കെ വന്ന് ആമേൻ മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കുറിച്ച് പറയുവാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു കൂലിപ്പണിക്കാരനായ എന്നെ ദൈവം ഈ സമയത്ത് ദൈവം വേർതിരിച്ചുവെങ്കിൽ സ്നേഹിത നീ നഷ്ടപ്പെട്ടു പോകരുത്. അവൻ വേദനയിലും അവൻ ഭാരത്തിലും ദുഃഖത്തിലും രോഗത്തിലുമായിരിക്കുന്നതെങ്കിൽ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇത് എങ്ങനെ നിനക്ക് ഉറപ്പായി പറയും? അവൻ എന്റെ പേര് രാജു എന്നും സുധാകരനുണ്ട്, 2 പേരുണ്ട്. രാജു നിനക്ക് എങ്ങനെ സംഭവിച്ചു, സുധാകരൻ നിനക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മരണത്തിനപ്പുറമായി വിടുവിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. 2018 ജൂലൈ മാസം 13-ാം തീയതി 11:30 മണിക്ക് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് എനിക്ക് വരുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അവൻ 3-ാമത്തെ ആശുപത്രി മെഡിക്കൽ കോളേജ് ഒരു ഇഞ്ചക്ഷന് വേണ്ടി അവൻ അല്പം ഒന്ന് മശക്കുവാൻ വേണ്ടി അവൻ ഡോക്ടർമാരോട് കിഞ്ചിയിട്ടും അവൻ ഹല്ലേലൂയ സ്തോത്രം അവർക്കത് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവൻ ഹല്ലേലൂയ രക്ഷിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദരി സഹോദര മാതാവേ പിതാവേ അവൻ ഒരറ്റാക്ക് കൊണ്ട് തീർന്നില്ല, 3 അറ്റാക്ക് എന്റെ ജീവിതത്തിൽ വരുവാനിടയായി. എന്നാൽ ഇതുവരെയും എന്നെ നടത്തിയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്റെ ദേശത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു അവൻ മരിച്ചുപോയി. അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ മെഡിക്കൽ കോളേജ് ഐസിയിലായിരിക്കുമ്പോൾ അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞെന്നാൽ അവൻ മരണത്തെ ജയിച്ച സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സ്നേഹിത ആരും വരികയില്ല കേട്ടോ, അവൻ രക്ഷിക്കുവാൻ മറ്റാരുമില്ല കേട്ടോ, നിന്റെ പണത്തിന് കഴിയയില്ല കേട്ടോ, നിന്റെ ആളുകളത്തിന് കഴിയയില്ല. രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എത്ര ഞാൻ ഉയർത്തുന്നത് അത് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. സഹോദര നിങ്ങൾക്ക് വേദനയില്ലേ? വേദനയുണ്ട്. ആമേൻ കഴിഞ്ഞ വ്യാഴാഴ്ചയും ഹല്ലേലൂയ സ്തോത്രം നെഞ്ചുവേദനയുടെ ഭാരത്താൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ശിവശക്തിയിൽ ചെന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ECG എടുത്തപ്പോൾ ഒരു വാൽവേഷൻ ഉണ്ട് എന്ന് പറയുവാനിടയായി. ആമേൻ വെള്ളിയാഴ്ച എന്റെ ദൈവം എന്നെ ജോലിക്ക് കടന്നു പോകുവാനും ദൈവം കൃപ ചെയ്ത്. കഷ്ടതയുണ്ട് സഹോദര, കണ്ണുനീരുണ്ട് സഹോദര, വേദനയുണ്ട് സഹോദര. അവൻ മാനിച്ചും ധ്യാനിച്ചും സേവിച്ചും പോകുന്നുണ്ട്. ക്ഷീണമെന്തെന്നറിയാതെ
യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് 3 തലമുറകളുണ്ട്. ആമേൻ. 3 പേരും കുടുംബമായി. ആമേൻ. മരണം നിശ്ചയം, പക്ഷെ ദിവസം നിശ്ചയമില്ല. ഈ സമയത്താണ് ഇവിടെ മരിക്കുന്നു എങ്കിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ബോഡിയെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്റെ വീട്ടിൽ കൊടുക്കുമായിരിക്കും. അവർ കരയും. ആമേൻ. അല്പസമയം കൂടെ മരിക്കുവാൻ ആരുമില്ല കേട്ടോ. ആമേൻ. എന്റെ ഭാര്യ കാണുകയില്ല കേട്ടോ. ആമേൻ. എന്ത് വേണമെങ്കിലും സഹായിക്കുന്നവര് പ്രിയപ്പെട്ട സഹോദരിയാണ് എനിക്കുള്ളത്, എന്റെ ഭാര്യ. അവൻ സ്തോത്രം. എന്റെ സകല കാര്യങ്ങളും അന്വേഷിക്കുന്നവളാണ്. പക്ഷെ കൂടെ മരിക്കുവാൻ ആരും കാണുകയില്ല. എനിക്ക് 3 മക്കളുണ്ട്. അവരും കൂടെ മരിക്കുവാൻ കാണുകയില്ല. കരയുവാൻ മാറത്തടിക്കുവാൻ ആളുണ്ട് കേട്ടോ. അവൻ മരിച്ചവൻ ഒരുവൻ മാത്രം. ആ കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന അരിമരക്ഷകനായ യേശു കർത്താവ്. ആ യേശു കർത്താവിനെ നിനക്ക് വേണമോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്ത് സഹോദര, നിങ്ങൾക്ക് വേറെ ജോലിയും കൂലിയും ഒന്നുമില്ലേ? അതേ സഹോദര, ജോലിയും കൂലിയും ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ പന്നിയോട് പള്ളി നടയിൽ ചോദിച്ചാൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വെട്ടുകത്തിയും കയറുമായി ഇന്ന് ഹല്ലേലൂയ മരം മുറിക്കുവാൻ കടന്നു പോകേണ്ട ആമേൻ കടന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമാണ് ഈ ദേശത്ത് അയച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മുൻപിലുള്ളത് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പിൻപിലുള്ളത് ആമേൻ തള്ളിയിട്ട് മുൻപിലുള്ളത് ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെടുവാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഞാനും ആഗ്രഹിക്കുന്നു. അത് എന്റെ ദൈവത്തിന് ഇഷ്ടവും തന്നെ. ആമേൻ. മരണം യാതൊരു മനുഷ്യനും ഉറപ്പാ. പ്രസംഗിക്കുന്നവനും മരിക്കും, കേൾക്കുന്നവനും മരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചാൽ നീ എവിടെയായിരിക്കും? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മരണത്തെ ജയിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് അറ്റാക്ക് വന്നെന്ന് പറയുവാനിടയായല്ലോ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു ആശുപത്രിയിൽ നിന്ന് ആമേൻ കടന്നു കൊണ്ടുപോകുമ്പോൾ ആമേൻ എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ കടന്നു പോകുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രസംഗത്തെ പ്രസംഗം കൊണ്ട് കണ്ണിക്കാം, പക്ഷെ അനുഭവത്തെ ഒരു മനുഷ്യനും കണ്ണിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തരുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം ദൈവം തരുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രസംഗിക്കുവാൻ അനേകരുണ്ട് കേട്ടോ. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അനുഭവം ഇങ്ങനെയാണ്. ഞാൻ ഹല്ലേലൂയ. സ്തോത്രം പെട്ടെന്ന് ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഹല്ലേലൂയ. സ്തോത്രം ആശുപത്രിയിൽ നിന്ന് അവൻ ഡോക്ടർ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ചിവറിൽ പിടിക്കുവാനിടയായി. ആ ഡോക്ടർക്ക് ആ ലക്ഷണം മനസ്സിലാക്കിയിട്ട് അവൻ കുറച്ച് ഗുളികകളൊക്കെ തന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വെള്ളവും തന്നു. ആമേൻ. ഈ വെള്ളവും ആമേൻ ഈ മരുന്നും അവിടെ ഛർദ്ദിക്കുവാനിടയായി. അരമണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നുവെങ്കിൽ ഞാൻ മരത്തിന്റെ മണ്ടയിലായിരിക്കുമായിരുന്നു. സ്വർഗത്തിലെ ദൈവം വിടുവിപ്പാൻ തന്റെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വേണ്ടി ദൈവം കരുതിയത് കൊണ്ട് ആമേൻ കാപ്പി കുടിക്കുവാൻ ഇറങ്ങിയ സമയത്താണ് അറ്റാക്ക് വരുവാനിടയായത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ജനന ദിവസമോ എന്റെ വിവാഹ ദിവസമോ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. 2018 ജൂലൈ മാസം 13-ാം തീയതി ഹല്ലേലൂയ 11:30 മണിക്ക് മരണത്തോട് മല്ലടിക്കുമ്പോൾ അവൻ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവൻ മേഘങ്ങൾക്കപ്പുറമായി കുറച്ച് വെള്ളവസ്ത്രധാരികൾ അവൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ താഴോട്ട് കുനിഞ്ഞു നോക്കുന്നത് പോലെ കുനിഞ്ഞു നോക്കുന്നു. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ മകളുടെ കട്ടിലെടുത്ത് അവൻ പുറത്തിട്ട് എന്നെ ബോഡി കിടത്തിയിരിക്കുന്നു. അവൻ ടാർപ്പാളം വലിച്ചു കെട്ടുന്നു. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളതൊക്കെ ചെയ്യുന്നു. എന്നാൽ അവൻ. ഹല്ലേലൂയ. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ജീവൻ വീണ്ടും വീഴുവാനിടയായി. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വീണ്ടും കാണുന്നത് ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അവൻ വണ്ടിയിലിരുന്ന് എനിക്ക് എന്റെ ശരീരത്തിൽ ജീവൻ വീഴുവാനിടയായി. നിലവിളിക്കുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങൾ അവൻ ജോലി ചെയ്യുന്നവർക്കറിയാം. വെട്ടുകളും അവൻ. ഹല്ലേലൂയ. സ്തോത്രം. കയറിന്റെ അടികളും അവൻ. ഹല്ലേലൂയ. സ്തോത്രം. മാറിന്റെ അടിയൊക്കെ കിട്ടും. അവൻ കൊല്ലൻ അവൻ ആളപ്പണി ചെയ്യുമ്പോൾ അവന്റെ ദേഹത്തൊരു തീപ്പൊരി കൊണ്ടാൽ അവൻ അങ്ങനെ തട്ടിയിട്ട് കളഞ്ഞ് ജോലി ചെയ്യുന്നത് പോലെ ഞങ്ങളും പണി ചെയ്യുവാനിടയായി. എന്നാൽ സർവശക്തനായ ദൈവം ഹല്ലേലൂയ മരണത്തിൽ നിന്ന് വിടുവിച്ചു കേട്ടോ. അവൻ 3-ാമത്തെ ആശുപത്രി മമലിൽ കയറ്റി, ജീവരക്ഷയ്ക്ക് വേണ്ടി മമലിൽ കയറ്റി. അവൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പ്രൈവറ്റ് ആശുപത്രിയിൽ കയറ്റിയാൽ അല്പമെങ്കിലും ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. അവൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ 108-ൽ കൊണ്ടുപോയപ്പോൾ അവൻ അവർ ചോദിച്ചു. അവൻ. ഹല്ലേലൂയ. സ്തോത്രം. നെറ്റിയിൽ ഒന്ന് കൈവേ അവൻ തണുപ്പ് വെച്ചോ എന്ന് അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. തണുപ്പ് വെച്ച് മരണത്തിനപ്പുറമായി
ജീവനെ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അനവധി അപകടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് അവൻ സ്തോത്രം ഈ അറ്റാക്ക് വരുന്നുമ്പ് അവൻ സ്തോത്രം എന്റെ ഭാര്യ അവൻ ഞാൻ അറ്റാക്കായി മരിക്കുന്നതായി കാണുവാനിടയായി. അനേക ദൈവഭക്തന്മാർ വിളിച്ചു പറയുവാനിടയായി. നീതിമാൻ അവൻ സ്തോത്രം വീണാലും അവൻ എഴുന്നേൽക്കും. സ്തോത്രം നീതിമാന്റെ അനർത്ഥം അസംഖ്യമത്രേ, അതിൽ നിന്നൊക്കെയും യഹോവ വിടുവിക്കും. സ്തോത്രം അവൻ അങ്ങനെ എന്നെ സ്തോത്രം അവൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെയും സ്തോത്രം ശത്രുവായവൻ ജീവനെ അപകരിച്ചു കളയുവാൻ അവൻ അവിടെ IC ഒഴിവില്ല. അവൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ അവൻ നിലവിളി കേട്ട് അനേകർ വന്നുകൂടി. അവൻ ICയിൽ വിളിച്ചു. അവൻ ഉടനെ തന്നെ അവൻ ICയിൽ കയറ്റുവാനിടയായി. എന്നെ കേൾക്കുന്ന സ്നേഹിത, അവൻ എനിക്ക് വസ്ത്രമുണ്ടായിരുന്നു, അവൻ എന്റെ മക്കളുണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ ബന്ധുക്കളുണ്ടായിരുന്നു. ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അവൻ ഒരു അനാഥനെ പോലെ, അവൻ ഒരു വഴിയമ്പലക്കാരനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ, സ്വന്തം ഡ്രസ് പോലും ധരിക്കാൻ കഴിയാതെ ICയിലേക്ക് കയറ്റും കേട്ടോ. അവിടെ ആരെങ്കിലും ഒക്കെയാ അവൻ ഇത്തിരി വെള്ളം തരണമെങ്കിലും എന്തെങ്കിലും ചെയ്യണത്. സ്നേഹിത, എന്തുണ്ടെങ്കിലും ദൈവമില്ല എങ്കിൽ നിനക്കൊന്നുമില്ല. നീ എത്ര ബലവാനായാലും, നീ എത്ര ആരോഗ്യശാലിയായിരുന്നാലും 4 പ്രാവശ്യം ഒന്ന് നിന്റെ വയറും നിറവി നോക്കട്ടെ. അവൻ നീ പോക്ക് നിന്റെ വയറ്റിൽ കിടക്കുന്ന ഇരയുണ്ടല്ലോ, അതൊന്ന് നൂന്നു നിന്നാൽ നീ കുനിഞ്ഞു നിൽക്കും സ്നേഹിത. അതുകൊണ്ട് യേശുവിനെ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിയത്. ഇത് കളിയല്ല. അവൻ ഇത് വയറ്റിപ്പഴപ്പിന്റെ പരിപാടിയല്ല. കാരണം എന്തെന്നറിയാമോ? അവൻ നിങ്ങളായിരിക്കട്ടെ ബൈക്കിൽ പോകുമ്പോൾ അവൻ അവൻ അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തലയിൽ കൈവയ്ക്കും. അവൻ വിളിച്ചു പറയും എല്ലാം ചെയ്യും. സ്നേഹിത, നിന്റെ പോക്കറ്റിൽ നിന്നാ പൈസ പോണത്, അവൻ എന്റെ പോക്കറ്റിൽ നിന്നല്ലേ പോകുന്നത്. സ്തോത്രം. ഇല്ലല്ല സഹോദര, നീ ആ ചതിയിൽ പെടാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യ അവൻ സ്തോത്രം നരകമെന്നിരിക്കുന്നതായ നരകമായിരിക്കുന്ന ഭയാനതയിലേക്ക് പോകാതിരിപ്പാൻ മാനസാന്തരപ്പെടുവാൻ എത്രേ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത് കളിയല്ല. അവൻ നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത രക്ഷിക്കപ്പെടുന്നതിന്റെ വാക്കുണ്ട്. നീ ഏറ്റുപറയണം. നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം, ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടണം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നിനക്കൊരു 5 ഏക്കർ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 3 മക്കളുമുണ്ട്, 1 സെന്റ് സ്ഥലം അവകാശമായി നിനക്ക് കൊടുക്കുവാൻ കഴിയുമോ? ഔദാര്യമായി കൊടുക്കുവാൻ കഴിയും. ഔദാര്യമായി കൊടുക്കുവാൻ എന്റെ ദൈവം അനീതി കെട്ട ദൈവമല്ല, നീതിമാനാകുകയാൽ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയില്ല. അതിന് വ്യവസ്ഥയുണ്ട്. നീ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം, അപ്പം ഞെറുക്കണം, കൂട്ടായ്മ ആചരിക്കണം. അവൻ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടുകൂടെ, അവൻ ഹൃദയ വിശുദ്ധിയോടുകൂടെ മരണാന്ത്യം വരെയും വിശ്വസ്തനായിരുന്ന ജീവകിരീടം പ്രാപിക്കാം. അല്ലെങ്കിൽ അവൻ അവൻ ജീവന്റെ കിരീടം പ്രാപിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ അവൻ പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ടോ അവൻ സ്തോത്രം ഇത് ലഭിക്കണമെന്നില്ല. നീ അന്ത്യത്തോളം വിശ്വസ്തനായി അവൻ സ്തോത്രം നിന്റെ ശരീരങ്ങളെ അവൻ ദൈവത്തിന് മഹത്വമുള്ള യാഗമായി സമർപ്പിക്കണം. സ്തോത്രം. ഈ ലോകത്തിൽ വന്നു പോകുന്ന അവൻ സ്തോത്രം വീഴ്ചകളും താഴ്ചകളും ഒക്കെയും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കണം, ഉപേക്ഷിക്കണം. അത് നീ കൊണ്ടു നടക്ക. സ്തോത്രം. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ ചിന്തിക്കും സ്തോത്രം സഹോദര, ഒരു ചിന്തയും വരികയില്ല. ചിന്ത വരും സഹോദര. അവൻ സ്തോത്രം ചിലപ്പോൾ കോപിക്കും സഹോദര. കോപം നീ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും വച്ചുകൊണ്ടിരിക്കാതെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുവാനിടയാകും. തീയായിരിക്കുന്ന അവൻ സ്തോത്രം അവൻ തീയിൽ കൂടി കടന്നാൽ അത് നീ വെന്തുപോകയില്ല. ശത്രുക്ക് മേശക്ക് അബോദ്രകോമനോട് ചോദിച്ചാൽ പറയും, എന്റെ കാൽച്ചട്ടയ്ക്ക് പോലും ഒരു കേടും തീക്ക് വരുത്തുവാൻ കഴിയില്ല. തീയുടെ വെള്ളത്തെ കെടുത്തവൻ തന്റെ ഭക്തന്മാർ അനേകർ ഛേദിക്കപ്പെട്ട് അവൻ ടാറുമുക്കി അവൻ അവൻ തുടിചീറ്റി കത്തിയരിച്ച ലോകത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. തന്റെ ഭക്തന്മാർ അവൻ ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ജീവകിരീടം പ്രാപിക്കും.
പ്രാപിക്കുവാനിടയാകും. സ്നേഹിത, നീ ദൈവത്തെ ആരാധിക്കുന്നവനാണോ? അതെ, നീ മാനസാന്തരപ്പെടാത്ത വ്യക്തിയാണോ? നീ രക്ഷിക്കപ്പെട്, നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. സർവശക്തനായ ദൈവം നിന്നെ വിളിക്കുകയാണ്.